കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ പുസ്തക പരിചയം. ഇന്നത്തെ പുസ്തക പരിചയത്തിൽ ബ്രസീലിയൻ കവിയും നോവലിസ്റ്റുമായ പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ് എന്ന നോവൽ ശ്രീമതി മെറീന സ്റ്റീഫൻ അവതരിപ്പിക്കുന്നു. സാക്ഷാത്കാരം ആശ്രാമം ഭാസി, ഗോപൻ നീരാവിൽ. സാങ്കേതിക സഹായം ശരത് ആലാപ്സ്. പ്രിയ ശ്രോതാക്കൾക്ക് പുസ്തക പരിചയത്തിലേക്ക് സ്വാഗതം. ഞാൻ മെറീന സ്റ്റീഫൻ. ഇന്ന് പരിചയപ്പെടുത്തുന്ന പുസ്തകം ലോകപ്രശസ്ത ബ്രസീലിയൻ സാഹിത്യകാരൻ പൗലോ കൊയ്ലോ എഴുതിയ ആൽക്കെമിസ്റ്റ്. വിവർത്തനം രമാ മേനോൻ. DC ബുക്സാണ് ഈ പുസ്തകം നമ്മുടെ കൈകളിൽ എത്തിച്ചിരിക്കുന്നത്. മരുഭൂമി പോലെ നിശ്ചലമോ കാറ്റിനെ പോലെ ലോകം ചുറ്റിത്തിരിയുന്നതോ അകന്നു മാറി നിൽക്കുന്നതോ അല്ല സ്നേഹം. സ്നേഹം ശക്തി അല്ലെങ്കിൽ പ്രേരണയാണ്. ഒന്നിനെ കൂടുതൽ മെച്ചപ്പെട്ട മറ്റൊന്നായി അത് മാറ്റിയെടുക്കുന്നു. പ്രപഞ്ചാത്മാവിനെ പോലും സ്വാധീനിച്ച് മനുഷ്യനിലെ നന്മയെ ഉത്തേജിപ്പിച്ച് നന്നാകാനുള്ള പ്രേരണ നൽകുന്നു. ആൽക്കമിസ്റ്റ്. പ്രപഞ്ചത്തിൻ്റെ നിഗൂഢതകളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ജ്ഞാനിയാണ് ആൽക്കമിസ്റ്റ്. പ്രപഞ്ചത്തിൻ്റെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെല്ലുക, അത് നിനക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ചു വെച്ചിട്ടുള്ള നിധി സ്വന്തമാക്കുക. അതുതന്നെയാണ് ആൽക്കമി. അല്ലാതെ സ്വർണമാക്കി ലോഹങ്ങളെ മാറ്റുന്ന വിദ്യയല്ല. പ്രപഞ്ചത്തിലെ ഓരോ ജീവിയും ലോക ചരിത്രത്തിൽ അതിൻ്റേതായ പങ്ക് വഹിക്കുന്നു. ആൽക്കമിയുടെ പ്രതീക ഭാഷയിൽ എഴുതപ്പെട്ട പുസ്തകത്തിന് അസ്തിത്വ സംബന്ധിയായ 4 സ്തൂപങ്ങളുണ്ട്. മനുഷ്യൻ ഹൃദയത്തിൻ്റെ ഭാഷ ശ്രദ്ധിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ആദ്യത്തേത്. പ്രപഞ്ചത്തിലെ അടയാളങ്ങളെ പിന്തുടരുന്നതിനെ പറ്റിയാണ് അടുത്ത ആശയം. പ്രപഞ്ചത്തിലെ വസ്തുക്കൾക്ക് പരസ്പരമുള്ള ബന്ധത്തെ അറിയലാണ് മൂന്നാമത്തേത്. ഓരോ വ്യക്തിയും അവൻ്റെ സ്വകാര്യ ഐതിഹ്യത്തെ പിന്തുടരുന്നതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയാണ് ഈ പുസ്തകം ആത്യന്തികമായി പറയുന്നത്. ജീവിതത്തിലൂടെ സന്ദേഹിയായ മനുഷ്യൻ നടത്തുന്ന യാത്ര, ഐഹിക ജീവിതത്തിന് ദൈവിക സൗരഭ്യം നൽകുന്ന എഴുത്തുകാരൻ്റെ രചനാരീതി, സ്വന്തം ഹൃദയത്തിൻ്റെ ഭാഷ ഹൃദിസ്ഥമാക്കൽ, പ്രപഞ്ച വസ്തുക്കൾക്ക് പരസ്പരമുള്ള ബന്ധമറിയൽ, വ്യക്തിയുടെ സ്വകാര്യത പങ്കുവെക്കപ്പെടുന്ന മനുഷ്യ മനസ്സിന് പ്രതീക്ഷയുടെ ഊർജം പകരുന്ന രചനയാണ് ആൽക്കമിസ്റ്റ്. ലോകത്തെ അറിയുക എന്നതാണ് ദൈവത്തെ അറിയുന്നതിനേക്കാൾ മെച്ചമെന്ന് കരുതി പുരോഹിത പഠനം ഉപേക്ഷിച്ച് ആട് മേയ്ക്കാൻ ഇറങ്ങുന്ന സാന്റിയാഗോ എന്ന ഇടയ ബാലനും സ്വപ്ന ദർശനത്തിൻ്റെ പ്രേരണയിലെ യാത്രയും യാത്രയിലെ അനുഭവങ്ങളിലൂടെ പഠിച്ച പാഠവുമാണ് ഈ പുസ്തകത്തിൽ. കാലവും പ്രായവുമല്ല മനുഷ്യ മനസ്സിലെ ഉൾക്കടമോഹം താൻ ആഗ്രഹിക്കുന്നവയിൽ അവനെ കൊണ്ടെത്തിക്കുമെന്ന തിരിച്ചറിവ്. ഒടുവിൽ യാത്ര പുറപ്പെട്ട സ്ഥലത്ത് ആഗ്രഹിച്ച നിധി കണ്ടെത്തൽ. എല്ലാറ്റിനും അതിൻ്റേതായ വിലയുണ്ടെന്ന ബോധ്യം. ദൈവം ഓരോരുത്തർക്കും നിശ്ചയിച്ച വഴികളും അടയാളങ്ങളും സ്വന്തം മനസ്സാക്ഷിയുടെ പ്രേരണയും ലക്ഷ്യം നേടണമെന്നുള്ള ദൃഢനിശ്ചയവും നമുക്ക് കാണാം. ഒരാളെ വിശ്വസിക്കുന്നതിന് മുമ്പ് ചുറ്റുപാടുകൾ ശരിയായി മനസ്സിലാക്കണമെന്ന ചിന്ത. ലോകത്തിൻ്റെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആവോളം ആസ്വദിക്കുമ്പോഴും സ്വന്തം വേരുകളെക്കുറിച്ച് ബോധ്യം വേണം എന്ന ഉപദേശം. പൂർണ്ണ മനസ്സോടെ ആഗ്രഹിക്കുന്ന നടപ്പിലാക്കാൻ പ്രപഞ്ചം കൂട്ടിനുണ്ടാകുമെന്ന നിരീക്ഷണം. ഇതൊക്കെ ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകതകളാണ്. സ്വന്തം മോഹങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് ഒരുവൻ ഓരോ സംഭവത്തെയും നോക്കിക്കാണുമ്പോൾ വസ്തുതകളുടെ യാഥാർത്ഥ്യം ശ്രദ്ധിക്കപ്പെടാതെ അറിയാതെ പോകുക. ധൈര്യം, വിശ്വാസം, സാഹസം ഇവ ഉണ്ടെങ്കിൽ ലക്ഷ്യത്തിലെത്താമെന്ന തിരിച്ചറിവ്. വാക്കുകൾക്ക് അതീതമായ ഭാഷയിലെ ആശയവിനിമയം കൊണ്ട് പ്രപഞ്ചത്തെ അറിയൽ. ആഗ്രഹങ്ങളെയും പുഴയുടെ ഒഴുക്കിനെയും തടയാൻ ആർക്കും കഴിയില്ല. പുതുമ തേടുന്ന മനുഷ്യ മനസ്സ്. വ്യത്യസ്ത ഭാഷകൾ കൈകാര്യം ചെയ്യുമ്പോഴും ഭാഷകൾക്കതീതമായി മനുഷ്യനെ ബന്ധിപ്പിക്കുന്ന സാർവലൗകിക ഭാഷ അല്ലെങ്കിൽ മാനവിക സങ്കല്പം ഉണ്ടെന്ന ചിന്തയും ഇത് കാഴ്ചവെക്കുന്നു. അറ്റമില്ലാത്ത മണലാഴി അകന്നകന്നു പോകുന്ന ചക്രവാളങ്ങൾക്കിടയിലെ നിസ്സാരനായ മനുഷ്യൻ അനന്തശക്തിയാൽ വിസ്മയം കൊള്ളിക്കുന്ന അലയടിച്ചുയരുന്ന ആഴക്കടലും ജ്വലിച്ചുയരുന്ന തീനാളങ്ങളും. ജീവിത ലക്ഷ്യം സഫലമാക്കാനുള്ള ജീവിതം.
അപൂർവമായ ചില നിമിഷങ്ങളിൽ സ്വത്വത്തിലേക്ക് മുങ്ങാങ്കുഴിയിടുന്ന കാഴ്ച കാണാം. സ്വന്തമെന്ന് കരുതുന്നവ നഷ്ടപ്പെടുമ്പോൾ ഭയക്കാതെ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്ന അതേ കൈകൾ നമ്മുടെ വിധി രേഖപ്പെടുത്തി വെച്ചതെന്ന തിരിച്ചറിവ് ഉണ്ടാവണം എന്ന തത്വം കൂടി ഈ നോവൽ മുന്നോട്ട് വെക്കുന്നു. സ്വന്തം മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ നിരന്തര പ്രയത്നത്തിലൂടെ വസ്തുതകളുടെ ആഴത്തിലിറങ്ങിച്ചെന്ന് വിശദാംശങ്ങൾ മനസ്സിലാക്കുന്നവർക്ക് നേട്ടങ്ങൾ കൈവരിക്കാനാകുമെന്ന സത്യം തുറന്നു കാട്ടുകയാണിത്. ജീവിതം ഉത്സവമാക്കണമെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഒരു നിമിഷം മാത്രം എന്ന് കാണാനാകണം എന്ന ചിന്ത കൂടി ഈ നോവൽ പങ്കുവയ്ക്കുന്നു. പ്രകൃതിയുടെ ഭാഷയും പ്രപഞ്ചത്തിൻ്റെ ആത്മാവും പ്രണയവും ലക്ഷ്യത്തിലെത്താൻ പ്രണയം തടസ്സമല്ല എന്ന നിലപാടും ഈ നോവലിൽ കാണാം. സ്നേഹിക്കാൻ ഒരാളുണ്ടാവുമ്പോൾ സർവവും അർത്ഥപൂർണമാകുന്ന കാഴ്ചയും ഇതിൽ കാണാം. മനുഷ്യൻ്റെ ഉള്ളിലേക്ക് പോകുന്നതല്ല, അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് മോശമെന്ന തിരിച്ചറിവും ഈ നോവൽ നമുക്ക് നൽകുന്നു. നിന്റെ മനസ്സ് എവിടെയാണോ അവിടെ തന്നെയാണ് നീ തേടുന്ന നിധിയും എന്ന ചിത്രവും ഇത് പങ്കുവെക്കുന്നു. യഥാർത്ഥ വേദനയേക്കാൾ ഭയങ്കരമാണ് വേദനിക്കേണ്ടി വരുമല്ലോ എന്ന് പേടിച്ചുകൊണ്ടുള്ള വേദന. സ്വന്തം സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള യാത്രയിൽ ഒരു ഹൃദയവും നോവരുത് എന്ന ചിന്തയും ഇതിൽ നമുക്ക് തെളിഞ്ഞു കാണാം. അറിഞ്ഞുകൊണ്ട് സങ്കടപ്പെടാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല എന്ന സത്യവും ഇതിൽ പങ്കുവയ്ക്കുന്നു. പ്രാണനില്ലാതെ വന്നാൽ പണം കൊണ്ട് എന്ത് പ്രയോജനം? പണത്തിന് പലപ്പോഴും ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയില്ല എന്ന അനുഭവവും സമകാലിക പ്രളയ കാഴ്ചകളിലൂടെയൊക്കെ നമ്മെ കൊണ്ടുപോകുന്നുണ്ട്. ഭയത്തിന് അടിമപ്പെട്ടാൽ ഹൃദയത്തിൻ്റെ വാക്ക് കേൾക്കാൻ കഴിയില്ല എന്ന തത്വം ഉറക്കെ ഈ നോവലിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. ഓരോ സൃഷ്ടിക്കും അതിൻ്റേതായ ലക്ഷ്യമുണ്ട്. നമ്മളോടൊപ്പം ചുറ്റുപാടുകളെയും ഉയർത്തണമെന്ന ആശയം കൂടി ഇത് നമുക്ക് നൽകുന്നു. മനുഷ്യൻ്റെ ചിന്തയെയും ബുദ്ധിയെയും ഊർജം കൊണ്ട് നിറച്ച് അസാധ്യമായ ഒന്നുമില്ല മനസ്സ് വെച്ചാൽ എന്ന കാഴ്ചപ്പാട് നൽകുന്ന പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് പുസ്തക പരിചയം. ബ്രസീലിയൻ കവിയും നോവലിസ്റ്റുമായ പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ് എന്ന നോവൽ ശ്രീമതി മെറീന സ്റ്റീഫൻ അവതരിപ്പിച്ചതാണ്. സാക്ഷാത്കാരം ആശ്രാമം ഭാസി, ഗോപൻ നീരാവിൽ. സാങ്കേതിക സഹായം ശരത് ആലാപ്സ്.